നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചിട്ട മകൻ കസ്റ്റഡിയിൽ. കൊച്ചി വണ്ണലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വെണ്ണല സ്വദേശി അല്ലിയാണ് മരിച്ചത്. മകൻ പ്രദീപിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മരിച്ചതിന് ശേഷമാണ് അല്ലിയെ കുഴിച്ചിട്ടതെന്നാണ് പ്രതി നൽകിയ മൊഴി. പ്രദീപ് സ്ഥിരം മദ്യപാനിയാണെന്നാണ് പാലാരിവട്ടം പോലീസ് നൽകിയ റിപ്പോർട്ട്. പുലർച്ചെ വീട്ടുമുറ്റത്ത് പ്രദീപ് കുഴിയെടുക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പ്രമേഹ രോഗിയായ അമ്മ മരിച്ചതിനെ തുടർന്ന് താൻ മറവ് ചെയ്യുകയായിരുന്നു എന്നാണ് കസ്റ്റഡിയിലായ പ്രദീപ് നൽകിയ മൊഴി. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിന് സെഞ്ചുറി. പ്രതിദിന സർവീസുകളുടെ എണ്ണം 100 തികച്ച് തിരുവനന്തപുരം വിമാനത്താവളം. ഡിസംബർ 17-ന് കൊമേഴ്ഷ്യൽ രംഗത്തെ 100 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്താണ് വിമാനത്താവളം ഈ നേട്ടം കൈവരിച്ചത്. അന്നേ ദിവസം 56 ആഭ്യന്തര ഫ്ലൈറ്റുകളിലും 44 അന്താരാഷ്ട്ര ഫ്ലൈറ്റുകളിലുമായി 15,354 യാത്രക്കാരെ വിമാനത്താവളം കൈകാര്യം ചെയ്തു. അദാനി ഗ്രൂപ്പ് വിമാനത്താവളം ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. ക്യാൻസറിനുള്ള വാക്സിനുമായി റഷ്യ. ക്യാൻസറിനെതിരായ വാക്സിൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തെന്ന് പ്രഖ്യാപിച്ച് റഷ്യൻ സർക്കാർ 2025 ആദ്യത്തിൽ പുറത്തിറക്കുമെന്നും രോഗികൾക്ക് സൗജന്യമായി വാക്സിൻ വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്ററിന്റെ ജനറൽ ഡയറക്ടർ ആൻഡ്രേ കാപ്രിൻ അറിയിച്ചു. ക്യാൻസറിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചെടുത്ത വിവരം റേഡിയോ റഷ്യയിൽ സംസാരിക്കവെയാണ് രാജ്യത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. 324 ഡോക്ടർമാരെ പുറത്താക്കാൻ തീരുമാനം. അനധികൃതമായി സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത 324 ഡോക്ടർമാരെ പുറത്താക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ ഉത്തരവുകളിലൂടെ 33 പേരെയാണ് പുറത്താക്കിയത്. ശേഷിക്കുന്നവരെ പുറത്താക്കാനും തീരുമാനമായി. ആരോഗ്യവകുപ്പിൽ ആകെ അനധികൃത അവധിയിലുള്ള 600 പേരാണുള്ളത്. ഇതിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് 276 പേരുണ്ട്. 2008 മുതൽ സർവീസിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കെതിരെയാണ് നടപടി. ഡോക്ടർമാരടക്കം 337 പേരാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇതിൽ 291 പേർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരികെ ജോലിയിൽ പ്രവേശിക്കാനുള്ള 15 ദിവസത്തെ സമയം അവസാനിച്ചാലുടനെ പുറത്താക്കാനാണ് തീരുമാനം. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകൾ 30,000-ത്തിലധികം. സംസ്ഥാനത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 31,140 പോക്സോ കേസുകളാണ്. ഈ വർഷം ഒക്ടോബർ വരെ 3,782 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം ഉണ്ടായത് 4,641 കേസുകളാണ്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ നിയമം കർശനമാക്കുമ്പോഴും പോക്സോ കേസുകളിൽ വൻ വർധനയാണ് നിലവിൽ. കേരള പോലീസ് പ്രസിദ്ധീകരിച്ച കണക്കാണിത്. ഈ വർഷത്തെ ഏറ്റവും അധികം കേസുകൾ തിരുവനന്തപുരത്താണ്. 485 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സ്പീഡ് ബോട്ട് ഇടിച്ചു കയറി അപകടം. ജീവൻ നഷ്ടമായത് 13 പേർക്ക്. നിയന്ത്രണം തെറ്റിവന്ന് നേവിയുടെ സ്പീഡ് ബോട്ട് യാത്രാ ബോട്ടിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ജീവനക്കാരടക്കം ബോട്ടിൽ 110-ലധികം പേർ യാത്ര ചെയ്തിരുന്നുവെന്നും അനുവദനീയമായ അളവിൽ കൂടുതൽ ആളുകളെ കയറ്റിയതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമെന്നുമാണ് നിലവിലെ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ ഗുഹകളിലേക്കുള്ള യാത്രക്കിടെ നിയന്ത്രണം വിട്ട് അമിത വേഗത്തിലെത്തിയ നേവിയുടെ സ്പീഡ് ബോട്ട് നീൽക്കമൽ എന്ന ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 13 പേർക്ക് ജീവൻ നഷ്ടമാവുകയും 101 പേർ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കെ ജയകുമാറിന്. ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാറിന്. മലയാള വിഭാഗത്തിൽ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. പ്രഭാവർമ്മ, കവടിയാർ രാമചന്ദ്രൻ, എം കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുടെ ജൂറി ഏകകണ്ഠമായാണ് പുരസ്കാരങ്ങൾ നിശ്ചയിച്ചത്. 21 ഭാഷകളിലെ കൃതികൾക്കുള്ള പുരസ്കാരമാണ് പ്രഖ്യാപിച്ചത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 8-ന് ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ ഇത് സമ്മാനിക്കും. UAE-യിൽ ശൈത്യകാലം 22 മുതൽ. ശൈത്യകാലത്തേക്ക് പ്രവേശിക്കാനൊരുങ്ങി UAE. വരും ആഴ്ചകളിൽ താപനില 12 ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്ന് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജനുവരി 16 മുതൽ 18 വരെയുള്ള 3 ദിവസങ്ങൾ കഴിഞ്ഞ 30 വർഷത്തിനിടയിലെ രാജ്യത്തെ ഏറ്റവും തണുപ്പുള്ള കാലമായിരുന്നു. വാരാന്ത്യത്തിൽ മഴ പെയ്യാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി.
UAE-യിലുടനീളമുള്ള താപനില പകൽ 24-നും 25-നും ഇടയിലായിരിക്കുമെന്നും രാത്രിയോടെ ഇത് 12 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ അഹമ്മദ് ഹബീബ് പറഞ്ഞു. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആദ്യ നടപടി ഒരുങ്ങി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാർക്ക് സസ്പെൻഷൻ. മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി. പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും. കൂടാതെ അനധികൃതമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കം 1458 സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയത്. ബോർഡുകളുടെ മാറ്റത്തിൽ അഭിനന്ദനവുമായി ഹൈക്കോടതി. അനധികൃത ഫ്ലെക്സുകളും ബോർഡുകളും ചുരുങ്ങിയ സമയത്തിൽ നീക്കം ചെയ്ത സർക്കാരിന് ഹൈക്കോടതിയുടെ അഭിനന്ദനം. കോടതിയും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് ഈ കൂട്ടായ്മ ഇനിയും തുടർന്നാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞു. അനധികൃത ബോർഡ് സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കുന്ന നടപടിയിൽ വിട്ടുവീഴ്ച ഉണ്ടാകരുതെന്നും ഇല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. 1976 മുതൽ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നു മീന ഗണേഷ്. കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് മീന ഗണേഷ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നെങ്കിലും മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് അവസാന സമയത്ത് സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തിയിരുന്നത്. രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നങ്ങൾ മീനയെ വല്ലാതെ അലട്ടിയിരുന്നു. ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെ മീന ഗണേഷ് തനിച്ചായിരുന്നു താമസം. ജാമ്യാപേക്ഷ തള്ളി കോടതി. വടകരയിൽ 9 വയസ്സുകാരിയെ കാറിടിച്ച കേസിൽ പ്രതി ഷെജീലിന് മുൻകൂർ ജാമ്യമില്ല. പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. കഴിഞ്ഞ ഫെബ്രുവരി 17-നായിരുന്നു ദേശീയപാത വടകര ചേറോഡിൽ അപകടം നടക്കുന്നത്. അശ്രദ്ധമായി വാഹനമോടിച്ച യുവാവ് അപകടമുണ്ടാക്കുകയായിരുന്നു. സംഭവത്തിൽ തലശ്ശേരി പന്ന്യന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന പുത്തലത്ത് ബേബി മരിക്കുകയും അവരുടെ മകളുടെ മകളായ 9 വയസ്സുകാരി ദൃഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാകുകയും ചെയ്തിരുന്നു. നിലവിൽ കോമയിൽ കഴിയുന്ന കുട്ടിയുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിൽ താമസമാക്കിയിരിക്കുകയാണ് കുടുംബം. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. പഴങ്ങൾ അമിതമായാൽ നല്ലതല്ല. പോഷക ഘടകങ്ങൾ ധാരാളം പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും പഴങ്ങൾ അമിതമായി കഴിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ലെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അമിതമായ അളവിൽ പതിവായി പഴങ്ങൾ കഴിക്കുന്നത് പലവിധ രോഗങ്ങളിലേക്ക് നയിക്കും. പഴവർഗ്ഗങ്ങളിൽ പഞ്ചസാര അമിതമായി അടങ്ങിയിട്ടുണ്ട്. ഇത് പൊണ്ണത്തടിയിലേക്കും പ്രമേഹത്തിലേക്കും നയിക്കും. വൃക്ക സംബന്ധമായ രോഗങ്ങൾ, കാൽസ്യത്തിന്റെ അപര്യാപ്തത, വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവുണ്ടാക്കുന്നതിനും കാരണമാകും. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ദഹനം സുഗമമാക്കും. എന്നാൽ കൂടുതലായി കഴിക്കുകയാണെങ്കിൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.